ഇക്കുറി ഇങ്ങ് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട്. ഇത്ര കാലവും ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താൽപര്യവും കുംഭമേള സ്നാന തൽപരതയുമൊക്കെ CPM ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എന്ന് ചുരുക്കം. കേരള സാർ, 100% ലിറ്ററസി സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും സ്നാനവും BJPയെ പ്രീണിപ്പിക്കലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. നല്ല പരസ്യം, നല്ല PR, നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോൾ ഇങ്ങ് കേരളത്തിലും മഹാകുംഭമേള പ്രിയതരമായി. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് ചുറ്റും നമുക്ക് പരിചയമുള്ള 10 പേരെങ്കിലും കുറഞ്ഞത് സ്നാനത്തിന് പോയിട്ടില്ലേ? അതാണ് അതിന്റെ ഇമ്പാക്ട്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഏഷ്യാനെറ്റ് ന്യൂസിലെ കവർ സ്റ്റോറിയിൽ ഒരു ചെറിയ ഭാഗമാണ്. സിന്ധു സൂര്യകുമാർ ആണിത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് ഇവര് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്? CPM ഭരിക്കുന്ന കേരളത്തില് മഹാകുംഭമേളക്ക് പോയതാണ് പ്രശ്നം. അതേപോലെ തന്നെ BJPയിലേക്ക് ആള് വരുന്നത് പ്രശ്നമാണ്. അതേപോലെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഈ അടുത്തായിട്ട് ഹിന്ദു ഐക്യം, അത്തരത്തിലൊക്കെയാണ് ഇവര് വിളിച്ചു പറയുന്നത്. ആദ്യം തന്നെ സിന്ധു സൂര്യകുമാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുംഭമേള എന്ന് പറയുന്നത് 12 വർഷത്തിൽ ഒരിക്കലാണ് നടക്കാറുള്ളത്. അത് മാത്രമല്ല, ഈ 12 വർഷങ്ങൾ പൂർണ്ണമായിട്ട് 12 തവണ കുംഭമേള നടന്നു കഴിഞ്ഞാൽ പിന്നീട് 144 വർഷമാവുമ്പോൾ 12 കുംഭമേളകൾ ഒരുമിക്കുമ്പോൾ പിന്നീട് നടക്കുന്നതാണ് മഹാകുംഭമേള. അത്തരത്തിലുള്ള ഒരു മഹാകുംഭമേളയാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ആത്മീയ സമ്മേളനത്തിലേക്കാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകള് സ്നാനം ചെയ്യാൻ ഉൾപ്പെടെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോയിട്ടുള്ളത്. എന്നാൽ സിന്ധു സൂര്യകുമാർ പറയുന്നു, ഈ അടുത്ത് ഹിന്ദു ഐക്യം, ഹിന്ദു ആചാരം കൂടുന്നു എന്നൊക്കെ. ഈ മഹാകുംഭമേള ഒരുപാട് വർഷങ്ങൾക്കിപ്പുറമാണ് നടക്കുന്നത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ല, സിന്ധു സൂര്യകുമാർ പറഞ്ഞത് മറ്റൊരു വിഷയം നിങ്ങൾ കേട്ടോ. ഈ നല്ല PR വർക്ക്, നല്ല ബിസിനസ്, ഈ മഹാകുംഭമേളയെ ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ ഹജ്ജിനെ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച, ഇതുപോലൊരു കവർ സ്റ്റോറി തയ്യാറാക്കാൻ സിന്ധു സൂര്യകുമാറിന് ധൈര്യമുണ്ടോ? ബോധമുള്ള ഓരോ മലയാളികളും ചോദിച്ചോണ്ടിരിക്കുക, ഓ ഹജ്ജ് മറ്റൊരു രാജ്യത്താണ്, ഇവിടെ അത് ഈ രാജ്യത്തല്ലല്ലോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഹജ്ജിന് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ സഹായം കൊടുക്കുന്നുണ്ട്. സബ്സിഡി ഉൾപ്പെടെ ഹജ്ജിന് പോകുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, 2 മാസം മുമ്പേ തന്നെ മനോരമയിൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്ത വന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അബ്ദുറഹിമാൻ രംഗത്തെത്തിയിട്ട് പറയുന്നുണ്ട്, ഈ കണ്ണൂർ എയർപോർട്ടിൽ ഉടനെ തന്നെ ഹജ്ജ് ഹൗസ് കൊണ്ടുവരും, 1 വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുമെന്നൊക്കെ പ്രഖ്യാപനങ്ങളും ഈ അടുത്ത് 2 മാസം മുമ്പെയുള്ള വാർത്തകളിലും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് ഹജ്ജിന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ഒരു വിഷയം, അതായത് ഹജ്ജിനെ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഷയം മുന്നോട്ട് വെക്കാൻ സാധിക്കോ? നമ്മുടെ ഇടതു സർക്കാർ ആണെങ്കിലും നമ്മുടെ UDF സർക്കാർ വരികയാണെങ്കിലും ഇവരൊക്കെ മത്സരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന സിന്ധു സൂര്യകുമാർ ഏതെങ്കിലും ഒരു സന്ദർഭത്തില് നല്ല PR വർക്ക്, നല്ല ബിസിനസ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമോ? മുസ്ലിം വോട്ട് നേടാനുള്ള പ്രീണന സംവിധാനം സർക്കാർ ചെയ്യുന്നതാണ്, UDF ചെയ്യുന്നതാണ്, മുസ്ലിം ലീഗ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് എന്നെങ്കിലും ഒരിക്കൽ ഈ സിന്ധു സൂര്യകുമാർ രംഗത്ത് വന്നിട്ടുണ്ടോ? മഹാകുംഭമേള അതൊരു ആത്മീയ സമ്മേളനം, ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം നടക്കുന്നത്. എന്നിട്ട് പറയാം, ഈ ഒരു സമയത്ത് ഹിന്ദു സ്നേഹം, അതെ BJP സ്നേഹം, പ്രീണനം, എന്തൊക്കെയാണ് ഈ പറയുന്നത്? കേരളത്തിൽ BJP വളരുന്നു. സിന്ധു സൂര്യകുമാർ പറയാ അതൊക്കെ വലിയൊരു ഭയപ്പാടുണ്ടാക്കുന്നത് പോലെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നത്? അല്ല, വഖഫ് സംരക്ഷണ റാലിയും വഖഫ് സംരക്ഷണ പ്രതിഷേധവും വഖഫ് സംരക്ഷണ പ്രോഗ്രാമുകളൊക്കെ കോൺഗ്രസ് മുതൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് വരെ നടത്തിയിട്ട് അത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനാണ്, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി ഇവിടെ കോൺഗ്രസ് വളരുന്നു, മുസ്ലിം ലീഗ് വളരുന്നു എന്നെങ്കിലും ചർച്ച ചെയ്യോ? ഈ പറയുന്ന കവർ സ്റ്റോറിയിലൊക്കെ ഒരിക്കലും ചെയ്യൂല.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനം മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയിട്ടുള്ളത്. അത് നടത്തിയത് കേരളത്തിലെ സാഖ്യ മുസ്ലിങ്ങളുടെയും വോട്ട് നേടാനാണ്. അതിലൂടെ മുസ്ലിം ലീഗ് വളരുന്നുണ്ട് എന്നൊരു ചർച്ച ഈ സിന്ധു സൂര്യകുമാറിന് നടത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതായത് ഈ മഹാകുംഭമേളയുടെ മേലേക്ക് കുതിര കയറുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുക. ഒരു മുൻ ഫുട്ബോൾ പ്ലെയർ രംഗത്തെത്തിയിട്ട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അങ്ങനെ ഓരോ ആളുകളും വിളിച്ചു പറയാ. ഇവരൊക്കെ മറ്റൊരു വിഷയത്തെ കുറിച്ചും എന്തുകൊണ്ടാ ഒരക്ഷരം മിണ്ടാത്തത്? ആ ഫുട്ബോൾ പ്ലെയർ ഒന്നും നമ്മുടെ ഇവിടെ SCPI ദേശീയ നേതാവിനെ ഒന്നും അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടാനില്ല. മഹാകുംഭമേളയ്ക്ക് നേരെ മാത്രമേ കുതിര കയറുന്നുള്ളൂ. അല്ല, ഈ ഹജ്ജിന് പോയ സമയത്തും കഴിഞ്ഞ ഹജ്ജില് കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നതാ. 1300 ആളുകള് മരണപ്പെട്ടിട്ടുണ്ട്. അവര് പുണ്യമായി കണ്ടുകൊണ്ട് അവിടെ എത്തി മരണപ്പെട്ടതിൽ നമുക്കൊക്കെ തന്നെ ഒരുപാട് വേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഈ മരണപ്പെട്ട വാർത്ത വെച്ചുകൊണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇവര് ചർച്ച ചെയ്യാത്തത്? അങ്ങനെയൊന്നില്ലേ? മഹാകുംഭമേളയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഈ കവർ സ്റ്റോറികളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കണ്ടേ? നമ്മുടെ കേരളത്തിലെ എല്ലാ മതങ്ങളും ഇല്ലേ? എല്ലാ വിഷയങ്ങളും ഉന്നയിക്കണ്ടേ? എല്ലാ വിഷയങ്ങളോടും ഒരേ രീതിയിൽ മാധ്യമങ്ങൾ മുന്നിട്ട് ഇറങ്ങണ്ടേ? ചർച്ചകൾ സംഘടിപ്പിക്കണ്ടേ? കവർ സ്റ്റോറികൾ നടത്തേണ്ടേ? ഈ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വലിയ രീതിയിലൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ എന്തിനാ നടത്തുന്നത്? അതൊരു യാഥാർത്ഥ്യ. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മറ്റു പാർട്ടിക്കാർ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. SUPയുടെ ദേശീയ നേതാവ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ചാനലിൽ നടന്ന അന്തിച്ചർച്ചയില് ന്യൂസ് 18 നടന്ന ഒരു ചർച്ചയാ. മുസ്ലിം ലീഗ് വക്താവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് SUPയെ അറസ്റ്റ് ചെയ്തതിനോട് ഈ തരത്തിലേക്ക്, അതായത് രാജ്യത്ത് ജിഹാദ് നടത്തുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയാണ് SUPI എന്ന് ഈ ED പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തില് ഈ SUPI നേതാവിനേക്ക് അറസ്റ്റ് ചെയ്ത് SUPI ഒരു നിരോധനത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ വക്താവൊക്കെ വിളിച്ചു പറയുന്നത് എന്താ? RSS തീവ്രവാദികളാണ്, അതിനോട് തന്നെ ഞങ്ങള് അതേപോലെ തന്നെയാണ് ഞങ്ങള് SUPIയെയും കാണുന്നത് എന്നാ മുസ്ലിം ലീഗ് വക്താവ് പറയുന്നത്. മുസ്ലിം ലീഗ് വക്താവൊക്കെ ആ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. എന്താ പറയേണ്ടത്? അതെ, SUPയെ നിരോധിക്കണം. അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താത്തിടത്തോളം ഇവിടെ അത് നടത്തുന്ന ആളുകൾക്കൊപ്പം ബോധമുള്ള മലയാളികൾ ഒരുമിച്ച് നിൽക്കും. കാരണം നമ്മുടെ കേരളത്തിലെ സമാധാനത്തിൽ മുന്നോട്ട് പോകണം. അതിനാരാണോ മുന്നിട്ടിറങ്ങുന്നത് അവർക്കൊപ്പമേ ബോധമുള്ള മലയാളികൾ നിൽക്കൂ. അതുകൊണ്ടൊക്കെ തന്നെയാ കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.